ഹായ്. ചില പ്രൈവസി റീസൺസ് കൊണ്ട് എനിക്ക് എന്റെ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന സ്റ്റോറിയിൽ എന്റെ പേരിന് അത്ര പ്രസക്തി ഇല്ലതാനും. നിങ്ങൾ അവന്റെ പേര് മാത്രം ആലോചിച്ചാൽ മതി, അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഞാൻ ഒരു 8ലും 9ലും ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് പാരാനോർമൽ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഈ പ്രേതം, ഭൂതം, അതുപോലെ ഈ ഹോണ്ടഡ് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടൊക്കെ വിസിറ്റ് ചെയ്യുന്നത് എനിക്കൊരു ഹരമായിരുന്നു. ഈ ക്രീപ്പി ഡോക്യുമെന്ററീസ് ഒക്കെ കാണുന്നത്. ആ സമയത്ത് ഓൺലൈനിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പോലും ഗോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഞാൻ കാണാതിരുന്നിട്ടില്ല. എനിക്ക് അത്രയ്ക്കൊരു ഒബ്സഷൻ ആയിരുന്നു ഈ ഒരു കാര്യത്തില്. ഏറെക്കുറെ ആ ഒരു കാലത്താ എനിക്കൊരു ഗേൾ ഫ്രണ്ട് സെറ്റ് ആയത്. അവൾക്കും എന്റെ ഇതേ മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നെ ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെയുള്ള കഥകളുടെ പിന്നാലെ പോകാനായിരുന്നു ഇഷ്ടം. അവക്ക് അത് ശരിക്കും ഉണ്ടോ, അതെങ്ങനെയാ ഉണ്ടായത്, അങ്ങനെയുള്ള കൂടുതൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിരുന്നു ആഗ്രഹം. അവക്ക് ഈ ഗോസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സവല തന്നെയാ ഞാൻ കേട്ടിട്ട് മാത്രമുള്ള സാധനം കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരുന്നത്, ഒരു ഓജോ ബോർഡ്. അവൾ എന്നോട് പറഞ്ഞത് അത് ഈ ആത്മാക്കളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു വഴിയാണെന്നാ. ശരിയായിട്ടാ ഉപയോഗിക്കുന്നെങ്കിൽ ഈ ലോകവും മറ്റേതോ ഒരു ലോകവും തമ്മിൽ ഒരു വാതിലുണ്ടാവുകയും അതുവഴി ഇങ്ങോട്ടേക്ക് ഏതെങ്കിലും ഒരു ആത്മാവ് വരികയും നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഇതിലൊന്നും വലിയ വിശ്വാസം തോന്നിയില്ല. പിന്നെ ഈ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതും എൻ്റെ ആ ടീനേജ് പ്രായത്തില് പ്രത്യേകിച്ച്. അതുകൊണ്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാന്ന് തന്നെ വിചാരിച്ചു. ആദ്യമൊക്കെ ഞങ്ങളത് വല്ലപ്പോഴേ കളിക്കായിരുന്നുള്ളൂ, എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനിൽ. പക്ഷെ അധികം വൈകാതെ എന്ന് സ്കൂള് വിട്ടു വന്നു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ ചെയ്യുന്നത് എൻ്റെ വീട്ടിലെ ബേസ്മെന്റിലേക്ക് പോവുക, അവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ചെറിയ ചെറിയ കാൻഡിൽസ് കത്തിച്ച് വെച്ച് ആ ഓജോ ബോർഡിന് ചുറ്റും ഇരുന്ന് പ്ലാഷറ്റിൽ ഫിംഗർ വെച്ചിട്ട് കളിക്കാൻ തുടങ്ങുക എന്നുള്ളതായിരുന്നു. ഞങ്ങൾക്കതൊരു ശീലമായി മാറി. ആദ്യമൊന്നും പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഏറെക്കുറെ ഒരു മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചതിന് ശേഷം എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഞങ്ങൾ എപ്പോ ഇത് കളിക്കാൻ തുടങ്ങിയാലും ആദ്യത്തെ ചോദ്യം അത് എപ്പോഴും സെയിം ആയിരിക്കും: ഞങ്ങളിത് ആരുടെ കൂടെ കളിക്കുന്നേ, നിങ്ങളുടെ പേരെന്താന്നുള്ളത്. ആൻഡ് ഓൾവേസ് ആ പ്ലാഷറ്റ് ഒരേ അക്ഷരങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങി: HIM, ഹിം. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് എന്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തന്നെ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആ പ്ലാഷറ്റ് മൂവ് ചെയ്യുന്നതായിരിക്കും എന്നാ. പക്ഷെ പിന്നീട് എത്ര പേര് മാറി മാറി ഇരുന്നാലും അതേ അക്ഷരങ്ങളിലേക്ക് തന്നെ പ്ലാഷറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. അതൊരു യഥാർത്ഥ പേരല്ല, ഒരാത്മാവിന്റെ പേരും അല്ല, ജസ്റ്റ് ഹിം എന്ന് മാത്രം. അതിനെപ്പറ്റി സംസാരിക്കാൻ, ഇല്ലെങ്കിൽ അതിനോട് സംസാരിക്കാൻ അത് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു പേര്. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് അത് വെറും തമാശയായിരുന്നു. കുറച്ച് പിള്ളേര് അവർക്ക് എന്താണെന്ന് മനസ്സിലാവാത്ത ഒന്നിനോട് ചുമ്മാ കുഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു രീതിയില് ഞങ്ങളും അത് എടുത്തുള്ളായിരുന്നു. പക്ഷെ കുറച്ചു നാളും കൂടി അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞപ്പോ അതിന്റെ സംസാര രീതിയിൽ മാറ്റം വന്നു. അതിന്റെ ടോൺ ചേഞ്ചായി. പറയുന്ന ഉത്തരങ്ങള് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാവാൻ തുടങ്ങി. ദേഷ്യപ്പെട്ട് ചില സമയത്ത് തെറി പോലും വിളിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ആ ബോർഡിനോട് എന്തോ ചോദിച്ചപ്പോ അത് തന്ന മറുപടി അത് ഞങ്ങളെ കുറച്ചേരം വല്ലാതാക്കി കളഞ്ഞു. കാരണം അത് വളരെ മോശമായിട്ടുള്ളൊരു തെറിയായിരുന്നു. ഞങ്ങൾ പിള്ളേര് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനൊന്നും വിളിച്ചിട്ടില്ല. ആദ്യം ഞങ്ങളൊന്നും മനസ്സിലാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി നിന്നു. പിന്നെ ആ ചോദ്യം ചോദിച്ച ആളിനെ കുറച്ചേരം കളിയാക്കി ഞങ്ങൾ ആ സിറ്റുവേഷനൊക്കെ ഒന്ന് ഓക്കെ ആക്കി. പക്ഷെ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ദേഷ്യം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. എനിക്ക് ആ ബോർഡിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന ഓർമ്മയുണ്ട്. അതൊരു കാര്യമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞ ഇൻസൾട്ട് ചെയ്യായിരുന്നു. ഒട്ടും സഹിക്കാതെ വന്നപ്പോ കളിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഞാൻ എന്റെ കൈ കൊണ്ട് ആ ബോർഡ് തട്ടിയിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ആ നിമിഷം ഞാൻ ഉറപ്പിച്ചു, ഇനി ഞാൻ ഈ ഗെയിം കളിക്കില്ല എന്ന്. അറ്റ്ലീസ്റ്റ് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഞാനത് കളിച്ചില്ല. ഏറ്റവും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാ ഒന്നും അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. കുറച്ചാഴ്ചകൾക്ക് ശേഷം ഞാൻ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന വോൾമാർട്ടില്, അന്ന് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു.
ഞാൻ പതിവ് പോലെ സ്റ്റോക്കൊക്കെ ഷെൽഫിൽ അടുക്കി വെക്കുകയും എല്ലാം കറക്റ്റ് ആണോ നോക്കുകയൊക്കെ ചെയ്ത് നിൽക്കായിരുന്നു. സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പോരാത്തതിന് നല്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷം. സ്റ്റോറിലെ ലൈറ്റൊക്കെ കുറെയൊക്കെ ഓഫാണ്. അത്യാവശ്യത്തിനുള്ളത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ചെറിയൊരു ഇരമ്പൽ സൗണ്ട് ഉണ്ട്. ജനറേറ്ററിന്റെ ആണെന്ന് തോന്നുന്നു. ഞാൻ നിന്ന സൈഡില് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഞാനൊരു വിസ്പർ കേട്ടു. ആരോ പതിയെ എന്തോ പറയുന്ന പോലെ. ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടപ്പോ അതെന്റെ പേരായിരുന്നു. ഞാനൊന്ന് ഞെട്ടി. ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കുമെന്ന്. കാരണം ഇത്ര ലേറ്റ് ആയിട്ടൊരു സ്ഥലത്ത് വർക്ക് ചെയ്യല്ലേ, പോരാത്തതിന് തന്നെ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ തോന്നുന്നത് സ്വാഭാവികമായിരിക്കും. പക്ഷെ അത് പിന്നെ ഉണ്ടായി. ഇത്തവണ കുറച്ചുകൂടി ഉച്ചത്തിലായിരുന്നു. ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കി. ഇനി അവിടെ ആരെങ്കിലും നിന്ന് എന്നെ ചുമ്മാ കളിയാക്കുന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അവിടെ ആരും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാ ആ സ്റ്റോർ മുഴുവൻ കാലിയായിരുന്നു. പെട്ടെന്ന് അത് വീണ്ടും സംഭവിച്ചു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് അലറി വിളിച്ചു ചോദിച്ചു, ഹേ ആരത്? ചുമ്മാ കുഞ്ഞു കളിക്കല്ലേ, സമയം ഇത്രയായത് കണ്ടില്ലേ? നിങ്ങക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞ് ഞാൻ എടുത്തുതരാം. ഇനി അല്ല ആവശ്യമില്ലാതെ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. ഇത്തവണ വളരെ ക്ലിയർ ആയിട്ട് എന്റെ തൊട്ട് പിന്നീന്ന് എന്റെ പേര്. പെട്ടെന്നെല്ലാം ഭയങ്കര നിശബ്ദമായി. ഒരു 40 സെക്കൻഡ് ഞാൻ അവിടെ തന്നെ നിന്നു. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് എന്റെ പിന്നീന്നുള്ള ഡോറ് തുറന്ന് ഒരു കോവർക്കർ എന്റെ അടുത്തേക്ക് നടന്നു വന്നു. അവര് വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു, ഒരുമാതിരി പേടിച്ചരണ്ട്. അവരെന്റെ അടുത്തേക്ക് നടന്നു വന്നപ്പോ ഞാൻ ഒന്നും സംഭവിക്കാത്ത പോലെ കൈയൊക്കെ വീശി ഒരു ഹായ് ഒക്കെ പറഞ്ഞു. പെട്ടെന്ന് അവര് എന്റെ അടുത്ത് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്, നീ അത് നിന്നെ വിളിക്കുന്നത് കേട്ടോ? അതും 3 വട്ടം. ഞാൻ അവരെ അങ്ങ് സൂക്ഷിച്ചു നോക്കി. ആ ഞാനങ്ങനെ കേട്ടു. എന്തേലും പ്രശ്നമുണ്ടോ? അവർ ഉത്തരം പറയാൻ മടിക്കുന്നുണ്ടായിരുന്നു. സാരമില്ല, എന്താണെങ്കിലും പറഞ്ഞോ. അവര് പറഞ്ഞ ആ കാര്യം കേട്ട് എന്റെ രോമമെല്ലാം എണ്ണീറ്റ് നിന്ന പോലെയായി. അവരെന്റെ അടുത്ത് പറഞ്ഞു, അവരുടെ അടുത്ത് ആരോ ഒന്ന് പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയണമെന്ന്. അവർക്ക് ചില സമയത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റുമെന്ന്. മാത്രമല്ല, ആരെങ്കിലും നിങ്ങളുടെ പേര് 3 വട്ടം വിളിക്കുന്നത് കേട്ടാൽ, അതും ആ വിളിക്കുന്ന ആളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ബാഡ് സൈൻ ആണെന്ന്. പുള്ളിക്കാരി ഡയറക്റ്റ് ആയിട്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വേണ്ടപ്പെട്ട ആരോ മരിക്കാൻ പോയാ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. എനിക്ക് കുറച്ചു നേരത്തേക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. എന്തോ തലയ്ക്ക് കിറുക്കുള്ളൊരു സ്ത്രീ പറയണ പോലെ എനിക്ക് തോന്നിയത്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും കുറച്ചൊക്കെ ലോജിക്കലായിട്ട് ആലോചിക്കണ്ടേ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ടോപ്പിക്ക് ചേഞ്ച് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. സാധാരണ ഞങ്ങൾ കാണുമ്പോൾ സംസാരിക്കുന്ന രീതിയിൽ എന്റെ ഫ്യൂച്ചർ പ്ലാൻസ്, സ്കൂള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ പെട്ടെന്ന് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ അവർ കയറി ഒരു വിയേർഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഇട്ട് എന്നെ തന്നെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, ഓരോ തവണ നീ ഫ്യൂച്ചറിനെ പറ്റി പറയുമ്പോഴും എന്തോ ഒന്ന് ചിരിക്കുന്നത് എനിക്ക് കേൾക്കാം. അതും നിന്നെ കളിയാക്കി ചിരിക്കുന്ന പോലെ. എന്തോ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം നിന്റെ കൂടെ തന്നെ ഉണ്ട്. അതിന് നീ ലൈഫിൽ മുന്നോട്ട് പോകണമെന്ന് ഒട്ടും താല്പര്യമില്ല. അത് നിന്നെ അതിന് സമ്മതിക്കുകയില്ല. എന്റെ ഒരു ഹാർട്ട് ബീറ്റ് മിസ്സായതുപോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ ഈ ഓജോ ബോർഡ് കളിച്ചതോ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ നടക്കുന്നതോ ഒന്നും അവർക്കറിയില്ല. ആ ഒരു നിമിഷം എനിക്ക് ഓർമ്മ വന്നത് ആ 3 അക്ഷരങ്ങളാ, ഹിം. ആ രാത്രി പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഞാൻ ലീവ് എടുത്ത് അന്ന് എന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. എല്ലാം മറന്ന് കുറച്ചേരം ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ച് ഞാൻ എന്റെ ബെഡിൽ കയറി കിടന്നതാ. പക്ഷെ രാത്രിയിൽ എപ്പോഴോ വീട്ടിലെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ട് ഞാൻ ഉണർന്നു. എനിക്ക് ഹോളിൽ നിന്ന് അമ്മ കാര്യം പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കായിരുന്നു. അമ്മയുടെ സൗണ്ടിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു.
ഓ അതെയോ, കഷ്ടായി പോയല്ലോ. എപ്പോഴായിരുന്നു സംഭവം? എന്റെ ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടി. അമ്മ കോള് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഹോളിലെത്തിയിരുന്നു. എന്റെ ഫാമിലിയിൽ ആരോ ഒരാൾ മരിച്ചിരിക്കുന്നു. എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ എന്നാലും ആ ടൈമിങ് അതെന്നെ വല്ലാതെ പേടിപ്പിച്ചു. പക്ഷെ ആ പേടിയും വെച്ചിട്ട് എങ്ങോട്ട് ഓടിപ്പോവാനൊന്നും എനിക്ക് തോന്നിയില്ല. അതെന്നിൽ ആ ക്യൂരിയോസിറ്റി കൂട്ടുകയാണ് ചെയ്തത്. എന്തോ ഒരു കൺഫർമേഷൻ പോലെ എനിക്ക് തോന്നി, എന്തോ യഥാർത്ഥമായിട്ടുള്ള കാര്യം സംഭവിക്കുന്ന പോലെ. 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും അതുപോലെ എൻ്റെ ഗേൾ ഫ്രണ്ടിനെയും വീട്ടിലേക്ക് ക്ഷണിച്ചു, ഒരിക്കൽ കൂടി ഓജോ ബോർഡ് കളിക്കാൻ. ഞങ്ങൾ പതുപോലെ ബേസ്മെന്റിൽ പോയി. അന്നാണ് ഞാൻ ഓജോ ബോർഡിൽ ലാസ്റ്റ് ആയിട്ട് കളിച്ചത്. ഏറെക്കുറെ 20 മിനിറ്റോളം ഞങ്ങൾ അവിടെ നിന്നത് കളിച്ചു. ഞങ്ങൾക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റുമായിരുന്നു, പക്ഷെ അതിനൊരു വഴിയില്ല. അവിടെ സമയത്ത് ആരും കുക്ക് ചെയ്യുന്നില്ല. കിച്ചൺ ഉള്ളത് വീടിന്റെ മുകളിലാണ്, ഞങ്ങളിപ്പോ ബേസ്മെന്റില്. വീട്ടിലാണെ അച്ഛനും അമ്മയും ഇല്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, പക്ഷെ എവിടുന്നാന്ന് മനസ്സിലാവാത്തൊരു സ്മെല്ല് ഞങ്ങൾ 3 പേർക്കും കിട്ടി. അതെന്തിന്റെ മണമാണെന്ന് ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. ബ്രേക്ക്ഫാസ്റ്റ് സോസേജ്. അതൊരു പാനിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ള സ്മെല്ല്. പിന്നെ ഞങ്ങൾ ആ ബോർഡിനോട് ആ ചോദ്യം ചോദിച്ചു, അത് നീയാണോ? ആ ഫ്ലാഷ് പതുക്കെ സ്ലൈഡ് ചെയ്ത് യെസ്സിലേക്ക് മാറി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ പേരൻസ് വീട്ടിലേക്ക് വന്ന് ഡിന്നറൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ ആ കളിച്ചോണ്ടിരുന്നത് കുറച്ചു നേരത്തേക്ക് നിർത്തി വെച്ച് പോയി ഫുഡൊക്കെ കഴിച്ച്, എന്നിട്ട് പിന്നെയും തിരിച്ച് ബേസ്മെന്റിലേക്ക് തന്നെ വന്നു. ഇത്തവണ ഞങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആക്കാൻ ശ്രമിച്ചു. എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളെ അതിനെ തൊടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ അതെന്ത് തന്നെ ആയാലും അതിന് ആവശ്യമില്ലാതെ അന്ന് വെല്ലുവിളിക്കായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു. പിന്നെ ഞാനും എൻ്റെ ഗേൾ ഫ്രണ്ടും കൂടി ആ തീരുമാനം എടുത്തു. ഞങ്ങൾ ആ ബോർഡിനോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലായിരുന്ന ഒരു ചോദ്യം ചോദിച്ചു, ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന്. അത് ഒരു തെറ്റായ തീരുമാനമായിരുന്നു, ഒരു മണ്ടൻ തീരുമാനം. ഞാൻ അതിനോട് ചോദിച്ചു, നിനക്ക് അവളുടെ ശരീരത്തിൽ കയറാൻ പറ്റുമോന്ന്, അവളെ പൊസസ് ചെയ്യാൻ പറ്റുമോന്ന്. ആ പ്ലാഷറ്റ് പതിവിലും വേഗത്തിൽ അനങ്ങുന്നത് ഞാനൊന്ന് കണ്ടു, നേരെ യെസ്സിലോട്ട്. പിന്നെ എന്തൊക്കെയോ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അത് സ്വന്തമായിട്ട് കൗണ്ട് ചെയ്യാൻ തുടങ്ങി. 3, 2, 1. ആ 1 എന്നുള്ളതില് പ്ലാഷറ്റ് വന്ന് നിന്നതും പെട്ടെന്ന് ബേസ്മെന്റിൽ ഉണ്ടായിരുന്ന ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. എവിടുന്നോ കുറെ തേനീച്ചകൾ ഇളകി വന്ന പോലുള്ള സൗണ്ട് കേൾക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ ലൈറ്റ് എല്ലാം ഓഫായി. ബേസ്മെന്റ് മുഴുവൻ ഇരുട്ടിലായി. ഞാൻ പാനിക്കായി അലച്ചുകൂവി ഓടി സ്റ്റേഴ്സിലൂടെ കയറി മേളിൽ വന്നു. അവിടെ ലിവിംഗ് റൂമിൽ എൻ്റെ അച്ഛനിരുന്ന് TV കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പുറത്ത് ആകാശത്തൂടെ എന്തോ ഒരു വെള്ള സാധനം പാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. നേരെ അപ്പുറത്തെ സ്ട്രീറ്റിലുള്ള ട്രാൻസ്ഫോർമറിൽ പോയി ഇടിച്ച് ആ ട്രാൻസ്ഫോർമർ പൊട്ടിത്തെറിച്ചു. എല്ലാരും പറഞ്ഞു ബേസ്മെന്റിലെ ലൈറ്റ് പോയത് ട്രാൻസ്ഫോർമർ പൊട്ടിത്തെറിച്ചുകൊണ്ടായിരിക്കുമെന്ന്. പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ബേസ്മെന്റിലെ ലൈറ്റ് പോയി ഏറെക്കുറെ ഒരു 15 സെക്കൻഡിന് ശേഷമാണ് ട്രാൻസ്ഫോർമർ പൊട്ടിത്തെറിച്ചത്. എൻ്റെ ഫ്രണ്ട് അപ്പോഴും താഴെയായിരുന്നു. ആ ലൈറ്റ് പോയ സമയത്ത് ഞാൻ ടെൻഷൻ അടിച്ച് ഓടിയതുപോലെ അവനും ഓടി. പക്ഷെ അവൻ വഴി അറിയാതെ നേരെ പോയി ഇടിച്ചത് അവിടെ തന്നെയുള്ള ഏതോ ഒരു ഭിത്തിയിലായിരുന്നു. ഈ പ്രശ്നങ്ങളെ എല്ലാം ഇടയിൽ പെട്ടെന്ന് ഞാൻ ഓർത്തത് എൻ്റെ ഗേൾ ഫ്രണ്ട്. അവള് ഇതുവരെ മേളിലേക്ക് വരാൻ ശ്രമിച്ചതേയില്ല. ഏറെക്കുറെ ഒരു 20 സെക്കൻഡിന് ശേഷം അവൾ പതിയെ ബേസ്മെന്റിന്റെ സ്റ്റേഴ്സ് കയറി മേളിലേക്ക് വന്നു. എല്ലാം വളരെ നോർമലായിട്ട്, ഒട്ടും പേടിക്കാതെ, ഒട്ടും കൺഫ്യൂസ് ആവാതെ, ഭയങ്കര ശാന്തമായിട്ട്. ആ പോയ സമയത്ത് അവൾ എന്തോ ഒന്ന് പറഞ്ഞു. അവൾ ആ പറഞ്ഞത് എന്താന്ന് എനിക്ക് ക്ലിയർ ആയില്ല, പക്ഷെ അത് അവളുടെ സൗണ്ട് അല്ലായിരുന്നു. ഭയങ്കര ഡീപ്പായിട്ട്
അവളുടെ സാധാരണ ശബ്ദത്തിൽ നിന്നും ഭയങ്കര ബാസ് കൂടിയൊരു സൗണ്ട്, ഏറെക്കുറെ ഒരു ആണ് സംസാരിക്കുന്ന പോലെ. ഞാൻ തിരിഞ്ഞു നിന്ന് അവളോട് ചോദിച്ചു, നീ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന്. അവൾ ഒന്നും സംഭവിക്കാത്ത പോലെ കൺഫ്യൂസായി എന്നെ നോക്കിയിട്ട്, എന്താ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ആ സമയത്ത് അവളുടെ വോയിസ് പഴയതുപോലെ ആയിരുന്നു. അവൾ ആ സമയത്തൊന്നും പറഞ്ഞില്ല എന്ന് എന്നെ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ ഇതേ കാര്യം അവൾ എൻ്റെ ഫ്രണ്ടിന്റെ അടുത്തും ചെയ്തു. അവനും ആ സൗണ്ട് വ്യക്തമായിട്ട് കേട്ടു, ഒരു ഡീപ്പ് വോയിസ്. ഞാൻ അവളോട് അവളുടെ വീട്ടിലേക്ക് തന്നെ പൊക്കോളാൻ പറഞ്ഞു. കാരണം അവള് താമസിക്കുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 2-3 വീട് അപ്പുറത്താ. അതുകൊണ്ട് അവളും പോയി. ഞാനും എൻ്റെ ഫ്രണ്ടും ആഴ്ചകളോളം റൂമിലെ ലൈറ്റ് ഓൺ ആക്കി വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ആ രാത്രി ഞാൻ എത്രത്തോളം പേടിച്ചെന്ന് വെച്ചാൽ കുറച്ച് മണിക്കൂറത്തേക്ക് ഞാൻ ആ വീട്ടിൽ നിന്നേ ഇറങ്ങിപ്പോയി. പിന്നെ എൻ്റെ പേരൻസ് എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാം ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. ആ ട്രാൻസ്ഫോർമർ പൊട്ടിത്തെറിക്കാൻ കാരണം കാറ്റത്ത് മരത്തിൻ്റെ ഒരു ചില്ല ഒടിഞ്ഞ് അതിൻ്റെ മേളിൽ വീണതുകൊണ്ടാണ്. ഞാൻ അവരെ വിശ്വസിച്ചു. പക്ഷെ ഏറെക്കുറെ ഒരു 10 വർഷം കഴിഞ്ഞ് ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിൽ ഈ കഥ വീണ്ടും ചർച്ചയായി. അപ്പം എൻ്റെ പേരൻസ് സമ്മതിച്ചൊരു കാര്യമുണ്ട്, ആ രാത്രി ശരിക്കും കാറ്റൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാം വളരെ ശാന്തമായിരുന്നു. പിന്നെ ആ ട്രാൻസ്ഫോമർ എങ്ങനെയാ പൊട്ടിത്തെറിച്ചേ? ഞാനും എൻ്റെ ഗേൾ ഫ്രണ്ടും അധികം വൈകാതെ തന്നെ ബ്രേക്കപ്പ് ആയായിരുന്നു. പിന്നെ ഞാൻ അവളെ ഒരിക്കലും കണ്ടിട്ടില്ല. ആൻഡ് ഇപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് അന്ന് രാത്രി ശരിക്കും അവൾക്ക് എന്താ സംഭവിച്ചതെന്ന്. പിന്നെ ഞാൻ എന്നോട് തന്നെ പറയാൻ തുടങ്ങി ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് നിർത്താൻ. എൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് എത്രയും ഞാൻ അതിനെ ശ്രദ്ധിക്കാതിരിക്കുന്നോ എനിക്കത് മറക്കാൻ അത്ര എളുപ്പമായിരിക്കും. എത്രയും ഞാൻ അതിനെ പേടിക്കുന്നോ ഇല്ലെങ്കിൽ അതിനെ ശ്രദ്ധ കൊടുക്കുന്നോ അത്രയും അതെന്നെ പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് ADHD ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാറില്ല. പക്ഷെ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഒരു കാര്യം മാത്രം എൻ്റെ മൈൻഡിൽ ഇപ്പോഴും തങ്ങി നിൽപ്പുണ്ട്. അവൾ ആ ഡീപ്പായിട്ടുള്ള സൗണ്ടിൽ എൻ്റെ അടുത്ത് സംസാരിച്ച നിമിഷം. അത് കഴിഞ്ഞ് ഒന്നും സംഭവിക്കാത്ത പോലെ, ഒന്നും മനസ്സിലാവാത്ത പോലെ എന്നെ നിഷ്കളങ്കമായിട്ട് നോക്കി നിന്നത്. ആ ഒരു കാര്യം എൻ്റെ തലച്ചോറിലോട്ട് ആരോ കുത്തി വെച്ചതുപോലെ ഇപ്പോഴും എൻ്റെ മുന്നിലുണ്ട്. അങ്ങനെ 9ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ ഓജോ ബോർഡ് കളിക്കുന്നത് നിർത്തി. അപ്പോൾ എങ്ങനെ, സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഹൊറർ അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്റ്റോറീസ് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ID കൊടുത്തേക്കാം. അതിനകത്തോട്ട് നിങ്ങളുടെ സ്റ്റോറി നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വേഗം തന്നെ അടുത്തൊരു സ്റ്റോറി ആയിട്ട് വരാം എന്ന പ്രതീക്ഷയിൽ.